രമേശേ, ഈ മൈക്കൊന്ന് ക്ലിക്ക് ചെയ്തേ. ഓക്കെ. ഞാനൊരു യാത്ര പോയ കഥ നിങ്ങളോട് പറയാം. ഓക്കെ. ഇവിടുന്ന് ഓസ്ട്രേലിയക്ക് ഫ്ലൈറ്റിൽ പോകുന്ന സമയത്ത് എൻ്റെ അടുക്കൽ ഒരു സിക്കുകാരനായിട്ടുണ്ട്. ഓക്കെ. സിക്കുകാരൻ എന്നോട് മിണ്ടുന്നൊന്നുമില്ല. പുള്ളി ഇങ്ങനെ അവരുടെ തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാനും ക്യാപ്പൊക്കെ വെച്ചിരിക്കുകയാണല്ലോ. എനിക്ക് എൻ്റെ കയ്യിൽ, കാരണം അവിടെ വരെ ഇരിക്കുന്ന സമയത്ത് ഇത്രയും മണിക്കൂർ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ബോറടിക്കും. എന്നിലിരിക്കുന്ന സാധനങ്ങളൊക്കെ പുള്ളി വന്നിട്ട് കാണിക്കണം. എൻ്റെ കുറച്ച് ട്രിക്കുകളൊക്കെ കാണിക്കണം, പുതിയ സാധനങ്ങൾ. അതെ. അപ്പം തൊട്ടടുത്തിരിക്കുമ്പോഴത്തേനും ഇതിനിടയ്ക്ക് ഫുഡ് മാത്രമാണ് വരുന്നത്, വേറെ ഒന്നും മിണ്ടാനില്ല. അപ്പം എൻ്റെ അടുത്തിരിക്കുന്നവരൊന്നും വേറെ മലയാളീസ് അല്ല. അപ്പം ഞാൻ പുള്ളി കുറേ ട്രിക്കുകളൊക്കെ കാണിക്കണം. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിയുടെ ഗ്രാൻഡ് ഫാദർ ഒരു മജീഷ്യനായിരുന്നു. പക്ഷെ മജീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനൊരു വളരെ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം തൻ്റെ ഫ്രണ്ട്സിൻ്റെയും ബന്ധുക്കളുടെയും ഇടയ്ക്ക് എന്നും പോയിട്ട് ബെറ്റ് വെക്കും. ബെറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി ഒരു ടെക്ക് കാർഡിനകത്തുനിന്ന് പുള്ളി ഒരു കാർഡ് എടുത്തൊരു കവറിനകത്തിട്ട് ചുമ്മാ ടേബിളിൽ വെക്കും. എന്നിട്ട് നിങ്ങൾ പറയാൻ പോകുന്ന കാർഡായിരിക്കും ഈ കാർഡെന്ന് പറഞ്ഞിട്ട് അവരെ വെല്ലുവിളിക്കും. അപ്പം എപ്പോൾ പറഞ്ഞാലും ഇത് തന്നെയായിരിക്കും. അവരതല്ല എന്ന് പറയും. ഇപ്പം 2 ഓഫ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ 2 ഓഫ് ഡയമണ്ട് ആയിരിക്കും ഈ എൻവലപ്പിനകത്ത് ഇരിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് ആ ബെറ്റിൽ ജയിച്ചത് കൊണ്ട് വാഴക്കൊല, കള്ള്, കോഴി, ഇതൊക്കെയാണ് പുള്ളിക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഇവർ വീട്ടിലേക്ക് പോകും. ഇത് നാട്ടിലെ ഇദ്ദേഹത്തെ തോപ്പിക്കാനേ പറ്റില്ല. ഇദ്ദേഹം പറയുന്ന കാർഡായിരിക്കും ആൾക്കാർ പറയുക. അതൊരു മാജിക് ആയിട്ടല്ല പുള്ളി കാണും. പുള്ളി അതൊരു ചലഞ്ച് പോലെയൊക്കെയാണ് ആൾക്കാർ. ഈ കൊച്ചുമകൻ ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന മയ്യൻ വളർന്ന് കുറച്ച് വലുത്. അപ്പോൾ സമയത്ത് മുത്തശ്ശനോട് പറഞ്ഞു, എന്നെ ഒരു ട്രിക്ക് ഇതൊന്ന് കാണിക്കാവോ. അങ്ങനെ മുത്തശ്ശൻ ആദ്യമായിട്ട് കൊച്ചുമകന്റെ അടുക്കൽ ഇത് അവതരിപ്പിക്കുകയാണ്. അന്ന് ആദ്യമായിട്ടാണ് മുത്തശ്ശൻ തോറ്റുപോകുന്നത്. മുത്തശ്ശൻ പറഞ്ഞ കാർഡല്ല കൊച്ചുമോൻ പറഞ്ഞിരിക്കുന്ന കാർഡ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കാർഡ് മുത്തശ്ശന് തെറ്റിപ്പോയി. എന്നാലും ഇന്ന് അദ്ദേഹം ഫ്ലൈറ്റ് വെച്ച് എന്നോട് പറഞ്ഞിരിക്കുക, എൻ്റെ മുത്തശ്ശൻ തെറ്റിയിട്ടില്ല. അതിനൊരു അത്ഭുതമുണ്ട്. അതായത് ഞാൻ പറഞ്ഞ കാർഡിൽ നിന്ന് ഒരു വാല്യൂ കുറവുള്ള കാർഡാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പം 2 ഓഫ് ഡയമണ്ട് ആണ് ചിന്തിച്ചതെങ്കിൽ 3 ഓഫ് ഡയമണ്ട് ആണ്, അല്ലെങ്കിൽ ഏസ് ഓഫ് ഡയമണ്ട് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. ഒറ്റ കാർഡിന്റെ വ്യത്യാസത്തിലാണ്. പക്ഷെ എൻ്റെ മുത്തശ്ശൻ തോറ്റു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒറ്റ കാർഡിന്റെ അതൊരു തോൽവിയല്ല. കാരണം 52 കാർഡിൽ എനിക്ക് വേറെ എത്രയോ കാർഡ് ചിന്തിക്കാമായിരുന്നു. അന്ന് തോറ്റുപോയ ആ കാർഡ് പുള്ളിയുടെ പേഴ്സണാത്തിരിപ്പുണ്ട്. ഇപ്പം എന്നെ ഇംപ്രസീവ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം പുള്ളി ചുമ്മാ ആ എൻവലപ്പ് എന്നെ കാണിച്ചു. അത് ഇപ്പൊ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അന്ന് ഫെയിലായ ആ കാർഡാണ്. ഒരു വാല്യൂവിന്റെ കുറവിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ രമേശേ, 52 കാർഡുകളുള്ള ഒരു സെറ്റ് ഓഫ് കാർഡ്, റെഡ് 26, ബ്ലാക്ക് 26. ഏതെങ്കിലും ഒരു കാർഡ് ആദ്യം മനസ്സിൽ കൊണ്ടുവരിക. എനിവൺ. ഇപ്പൊ ഒരു കാർഡ് മനസ്സിലുണ്ട്. രമേശന്റെ മനസ്സിലിരിക്കുന്ന കാർഡ് എന്നോട് പറയാൻ യാതൊരു സാധ്യതയും ഇല്ല. ഇപ്പൊ മനസ്സിലിരിക്കുന്ന കാർഡ് ഒന്നുകിൽ റെഡ് കാർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ബ്ലാക്ക് കാർഡ് ആയിരിക്കാം. റെഡ് ആണെങ്കിൽ നേരെ അതിനെ ബ്ലാക്ക് കാർഡ് ആക്കുക. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ക്ലബ്സും സ്പേഡുമാണ്. റെഡ് എന്ന് പറഞ്ഞാൽ ഡയമണ്ടും ഹാർട്ടാണ്. ഇനി ബ്ലാക്ക് കാർഡ് ആണെങ്കിൽ നേരെ കൊണ്ടുവന്ന് റെഡ് കാർഡ് ആക്കുക. ഇനി ഇത് നമ്പർ കാർഡ് ആണെങ്കിൽ അതിനെ പിക്ചർ കാർഡ് ആക്കുക. പിക്ചർ കാർഡ് ആണെങ്കിൽ നേരെ ഒരു നമ്പർ കാർഡ് ആക്കുക. Got it? Yes. ഇപ്പോ ഒരു കാർഡ് കംപ്ലീറ്റ്ലി ഇൻ യുവർ മൈൻഡ്. ഫൈനലി ഒരു കാർഡ് വന്നിട്ടുണ്ടല്ലേ? ഏത് കാർഡാണ്? ക്യൂൻ ഓഫ് ക്ലബ്സ്. ക്യൂൻ ഓഫ് ക്ലബ്സ്. ഇൻട്രസ്റ്റിംഗ്. ക്യൂൻ ഓഫ് ക്ലബ്സ്. അതായത് ആദ്യം ഒരു കാർഡ് ചിന്തിക്കുന്നു, അതിനുശേഷം അതിന്റെ കളർ മാറ്റുന്നു, പിന്നീട് അതിനെ ചേഞ്ച് ചെയ്ത് പിക്ചർ കാർഡിലേക്ക് എത്തുന്നു, അല്ലേ? വേണമെങ്കിൽ നമ്പർ കാർഡ് ആക്കാമായിരുന്നു. പക്ഷെ രമേശ് ചിന്തിച്ചത് എ ക്യൂൻ ഓഫ് ക്ലബ്സ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഈ എൻവലപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ yes, it's only a one card. Yes, the queen of clubs. Seeing, that's fantastic. Thank you. Great.